റിതൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടേറെ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സൗരയൂഥവും സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സൗരയൂഥത്തെക്കുറിച്ചും സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. സൂര്യനും അതിൻ്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു ജ്യോതിർവസ്തുക്കളും ചേർന്ന സമൂഹത്തിനാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൂര്യനിൽ പ്രകാശവും താപവും ഉണ്ടാകുന്ന രീതി അണുസംയോജനം മൂലമാണ്. അതായത് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു. സൗരയൂഥത്തോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. പ്രപഞ്ചത്തിൽ ഹൈഡ്രജന് ശേഷം കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഓക്സിജനാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലുള്ള ദിവസം ജൂലൈ 4 സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലമുണ്ടാകുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി 3. ജനുവരി 3 സൂര്യനും ഭൂമിയും തമ്മിൽ അകലം വളരെ കുറവായിരിക്കും. തുരുമ്പിച്ച ഗ്രഹം അഥവാ ചുവന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. യുറാനസിൻ്റെ പച്ച നിറത്തിന് കാരണമായ വിഷവാതകം ഏതാണ്? മീഥേൻ. ഉരുളുന്ന ഗ്രഹം അഥവാ കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ആകാശപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹവും യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂണാണ്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ തന്നെയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും പരിക്രമണ വേഗത കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനി. ഭാരം കൂടിയ ഗ്രഹം വ്യാഴം, ഭാരം കുറഞ്ഞ ഗ്രഹം ശനി. സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്.